എന്തൊക്കെയുണ്ട്? എൻ്റെ കുഞ്ഞി പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നത് രാവിലെ. കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ അവർക്ക് സീഡ്സ് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ സീഡ്സിൻ്റെ കലവറ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആർണവിന് ഭയങ്കര ഇഷ്ടമാണ് ബേർഡ്സിന് രാവിലെ ഫീഡ് കൊടുക്കുന്നത്. ഇന്ന് സമയമുണ്ടല്ലോ, സ്കൂളില്ലാത്തതുകൊണ്ട് അവനും വരും ഞങ്ങളുടെ കൂടെ. അവന് വരുന്നത് ഫീഡ് ചെയ്യാനല്ല, അവന് കൂടുതലും അവനെ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കുഞ്ഞി പിള്ളേർക്ക് തിന വെച്ച് കൊടുക്കാനും പിന്നെ കുറച്ച് ഹാൻഡ് ഫീഡിങ് തൽക്കാലം ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഞാൻ വലിയൊരു കേജിലോട്ടൊക്കെ മാറ്റിയായിരുന്നു. ഇവളാണ് ആദ്യം ഓടി വരുന്ന ടീം. കുറച്ച് തെന ഞാനിതുപോലെ ഒരു ഡിഷിനകത്തിൽ വെച്ച് കൊടുക്കും. 2-3 എണ്ണമൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങി. ചിലർ മൂന്നെണ്ണം ഉണ്ട് കുഞ്ഞി പിള്ളേർ, അവർ കഴിക്കാനൊന്നും തുടങ്ങിയൊന്നുമില്ല. അവരെ ഞാനിങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യണം ഡെയിലി, എന്നെങ്കിലേ അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ 5 മണിക്കത്തുള്ള ഫീഡ് ഞാൻ കൊടുക്കുകയില്ല. കാരണം എന്നാലല്ലേ അവർ നമ്മൾ ഇത് തന്നെ വെച്ച് കൊടുത്താൽ കഴിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കും. ഇതാണ് നമ്മുടെ ഞാൻ റെസ്ക്യൂ ചെയ്ത കുഞ്ഞ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്, കാലിനൊക്കെ ഒരു ബലമൊക്കെ വന്നിട്ടുണ്ട്. കടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കടിയാണ് അല്ലേ. നീ താഴെ പോവാണോ? നീ വാ, എവിടെ പോവാ? ആ അഴുക്കായ പേപ്പറുകളൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ വെച്ച് വെള്ളവും ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കും. ഇനിയിപ്പോൾ ഇതിനെ കൊടുക്കാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഞാനിനി ഒന്നും കൂടെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങേണ്ടി വരുമായിരിക്കും. ആർക്കറിയാം എന്താവുമോ, സമ്മതിക്കലല്ലേ, ഇവനില്ലാത്തപ്പോൾ കൊടുക്കേണ്ടി വരും. എന്തായാലും ട്രൈ ചെയ്യണം. ഈ പ്രായത്തിൽ ഇവരെ എടുത്ത് ഹാൻഡിൽ ചെയ്തെങ്കിലേ അവർ ഇപ്പോൾ ചെല്ലുന്ന വീട്ടിലെ പിള്ളേരുള്ള വീടാണ്. അപ്പം അവർക്ക് ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എങ്കിലേ അവർ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ കടിക്കാനും പറന്നു പോകാനും ചെല്ലുകയല്ല, ആൾക്കാരെ പേടിയായിട്ട്. അപ്പം ഞാനിങ്ങനെ ഡെയിലി ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറന്ന് നമ്മുടെ കയ്യിലൊക്കെ വരുമൊക്കെ ചെയ്യും. അവളാണ് ആദ്യം പറക്കാൻ തുടങ്ങിയത്. അവളാണ് മൂത്തത്, ആദ്യം എടുത്തത്. ഞാൻ പല പേരൻസിൻ്റെ അടുത്തു നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പം ഇൻബ്രീഡിങ് ഉണ്ടാകാതിരിക്കുമല്ലോ, ഇവർ കൊണ്ടുപോയാലും പെയറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.